സെയിൽസ്മാൻ പരീക്ഷയുടെ ലിസ്റ്റിൽ, അതായത് റാങ്ക് ലിസ്റ്റിലെ ഉന്നതമായിട്ടുള്ള സ്ഥാനത്ത് നിങ്ങൾ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രീവിയസ് ചോദ്യങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ചോദ്യങ്ങൾ വായിക്കാം, അതിന് ഉത്തരങ്ങളും വായിക്കാം. വളരെ വേഗത്തിൽ തന്നെ നമുക്ക് നോക്കി പോകാം, കാരണം ഇനി സമയം വളരെ കുറച്ചുള്ളൂ. ആഗസ്റ്റിലെ പരീക്ഷ വരും. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗള വംശജൻ ആരായിരുന്നു? അതായത് മുഗൾ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ബഹദൂർ ഷാ രണ്ടാമൻ. അടുത്ത ചോദ്യം, സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരായിരുന്നു? ഉത്തരം ദാദാബായി നവറോജി. അടുത്തത്, അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടനാ കൺവെൻഷന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം ജെയിംസ് മാഡിസൺ. അടുത്തത്, ജോൺ ലോക്കിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കോഡ്സ് ഉണ്ട്, അറിയാവുന്നവരെന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അത് കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം, രക്തരൂഷിതമായ ഞായറാഴ്ച ഏത് രാജ്യത്തിലെ സമരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ഡി റഷ്യ. രക്തരൂഷിതം എന്നാൽ രക്തരഹിത വിപ്ലവം എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ വിപ്ലവമാണ്. മഹത്തായ വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്ന ഇംഗ്ലണ്ടിലെ വിപ്ലവമാണ്. അടുത്തത്, 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിക്സിൽ ആദ്യ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനാണ്? ഉത്തരം ഹരിയാന. അദ്ദേഹം ഹരിയാനക്കാരനാണ്. അടുത്ത ചോദ്യം, ഭൗമഘടനയിലെ മോഹോവിഛിന്നത, അതായത് മൊഹറോവിച്ച് വിഛിന്നത എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് സംബന്ധിച്ച് ചുവടെ നൽകിയിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിയായ പ്രസ്താവനയിൽ ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന്, ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കത്തെ മാൻറ്റിലിൽ നിന്നും വേർതിരിക്കുന്നു. അപ്പോൾ അത് ശരിയാണ്. അടുത്തത്, മോഹോവിഛിന്നതയിൽ തുടങ്ങി 2900 കിലോമീറ്റർ ആഴം വരെ മാൻറ്റിൽ വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസുമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? ഭൂവൽക്കത്തിൻ്റെ പുറംപാളി, ആ ഒരു ഭൂവൽക്കത്തിൻ്റെ പുറംപാളിയെ, അതായത് ക്രസ്റ്റിൻ്റെ പുറംപാളിയെ മാൻറ്റിലിൽ നിന്നും വേർതിരിക്കുന്ന ആളാണ് ആര്? മെഹറോവിച്ച് അല്ലെങ്കിൽ മോഹോവിഛിന്നത എന്ന് പറയുന്നത്. അപ്പം CM മോഹൻ എന്ന് പഠിച്ചൂടെ? CM മോഹൻ. അപ്പോൾ ക്രസ്റ്റും പിന്നെ എന്താണ് മാൻറ്റിലും. അപ്പോൾ CM മോഹൻ, മോഹോവിച്ച് എന്നുള്ള കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. അടുത്തത്, ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏത് നദിയാണ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ലഡാക്ക്, സസ്കർ എന്നീ മലനിരകളിലൂടെ ഒഴുകുന്നത്? ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏത് നദിയാണ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ലഡാക്ക്, സസ്കർ മലനിരകളിലൂടെ ഒഴുകുന്നത്? ഉത്തരം സിന്ധു നദി. അടുത്ത ചോദ്യം, തിരുവനന്തപുരത്ത് ഭൗമോപരിതലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു തെർമോമീറ്ററിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അന്തരീക്ഷ ഊഷ്മാവ് 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുന്നുവെങ്കിൽ ക്രമമായ താപനഷ്ട നിരക്ക് അനുസരിച്ച് 165 മീറ്റർ ഉയരത്തിൽ അന്തരീക്ഷ ഊഷ്മാവ് എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ സി ആണ്, അതായത് 24 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓരോ 165 മീറ്റർ ഉയരത്തിലും അന്തരീക്ഷ ഊഷ്മാവ് എത്രയായിട്ടാണ് കുറയുക? 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് കുറയുക. അതുകൊണ്ട് 25 ഡിഗ്രിയിൽ നിന്ന് ഒന്ന് കുറഞ്ഞ് 24 ഡിഗ്രി സെൽഷ്യസ്. അടുത്തത്, കേരളത്തിലെ അച്ഛൻ കോവിൽ ഏത് ജൈവമണ്ഡല സംരക്ഷിത മേഖലയിൽ ബയോസ്ഫിയർ റിസർവിലാണ് ഉൾപ്പെടുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം അഗസ്ത്യമല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അച്ഛൻ കോവിൽ ഏത് ബയോസ്ഫിയറിൻ്റെ ഭാഗമായിട്ട് വരുന്നു? അഗസ്ത്യമല ബയോസ്ഫിയറിൻ്റെ ഭാഗം. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പിലാക്കുന്നതിന് NTPCയുമായിട്ട് കരാർ ഒപ്പിട്ട സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം ലഡാക്കാണ്. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പിലാക്കുന്നതിന് NTPCയുമായി കരാർ ഒപ്പിട്ടത് ലഡാക്ക് എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശമാണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിലെ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? നിങ്ങൾക്കിവിടെ പ്രസ്താവനകൾ കാണാം. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത് 1950 ഈ ഒരു പ്രസ്താവന ശരിയാണ്. എന്നാൽ പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്നുള്ളത് തെറ്റാണ്. അത് ഭരണഘടനാ സ്ഥാപനമല്ല. രണ്ടാമത്തത് തെറ്റാണ്. മൂന്നാമത്തത്, പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്, അതായത് അഡ്വൈസറി ബോഡിയാണ്. അത് ശരിയാണ്. നാലാമത്തത്, പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് എന്ന സ്ഥാപനം നിലവിൽ വന്നത് 2018 എന്ന് പറയുന്നത് തെറ്റാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജാനുവരി എത്രയിനാണ് എന്ന് നിങ്ങൾ ബാക്കി കമൻറ്റിൽ പറയും. അടുത്തത്, ചേരുംപടി ചേർക്കുക. നിങ്ങൾക്കിവിടെ കാണാം, ഹരിത വിപ്ലവം, ധവള വിപ്ലവം, നീല വിപ്ലവം, മഞ്ഞ വിപ്ലവം, സുവർണ്ണ വിപ്ലവം. അപ്പോൾ ഇത് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹരിത വിപ്ലവം എന്തിനുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? ഹരിത വിപ്ലവം ഭക്ഷ്യ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ്. ഹരിത വിപ്ലവം ഭക്ഷ്യ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ധവള വിപ്ലവം ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്?
ധവള വിപ്ലവം എന്ന് പറയുന്നത് പാലുൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. ധവള എന്ന് പറഞ്ഞാൽ വെള്ള കളറല്ലേ, അപ്പോൾ അത് പാലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് നീല വിപ്ലവം മത്സ്യ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മഞ്ഞ വിപ്ലവം എന്താണ്? മഞ്ഞ വിപ്ലവം എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? എണ്ണക്കുരു ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. എണ്ണക്കുരു. അങ്ങനെയാണെങ്കിൽ സുവർണ്ണ വിപ്ലവം പഴം പച്ചക്കറി ഉൽപാദനം. നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം ഇതാണ്. 2011 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീ പുരുഷ അനുപാതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതം എവിടെയാണ് എന്നതിനനുസരിച്ചാണ് ക്രമപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഏതാണ്? നമ്മുടെ സ്വന്തം സംസ്ഥാനമായ കേരളമാണ്. പിന്നീട് വരുന്നത് പുതുച്ചേരി വരുന്നുണ്ട്, പിന്നീട് തമിഴ്നാട് വരുന്നു, പിന്നീടാണ് തമിഴ്നാട് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ 1-ാം സ്ഥാനത്ത് ആന്ധ്രാപ്രദേശും പിന്നീട് 5-ാം സ്ഥാനക്കാരനായ ഛത്തീസ്ഗഡും വരുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. അടുത്ത വീഡിയോ ഉടനെ തന്നെ വരും. ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരം അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. എത്ര പേർക്ക് അറിയാമെന്ന് നമുക്ക് നോക്കാമല്ലോ. മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം. താങ്ക് യു. എന്തായാലും ഇപ്രാവശ്യം അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ നമ്മൾ നേടിയിരിക്കും.